പിന്നെ നമുക്ക് ഡ്രീം 11 ടീം ഇടാം. ഇന്ന് 2 മാച്ചുണ്ട്. SRH രാജസ്ഥാനുണ്ട്, ചെന്നൈ മുംബൈ ഉണ്ട്. ഫസ്റ്റ് SRH രാജസ്ഥാനിലാണ് നമുക്ക് നോക്കാം. 25 കോടിയുടെ ഉണ്ട്, 3 കോടിയാണ് പ്രൈസ്. പിന്നെ 1.5 കോടി 15 ലക്ഷത്തിൻ്റെയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ടീം സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് മാച്ച് കളിക്കാം. ഇതിനകത്ത് നമുക്ക് SRH നമുക്ക് ക്ലീഷൻ എല്ലാവരും എടുക്കേണ്ടി വരുമല്ലോ. ക്ലീഷൻ, അഭിഷേക് ശർമ്മ, മുഹമ്മദ് ഷമി, പാറ്റ് കുമിൻസ്. ഇതിനകത്ത് ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഡൗട്ടാണല്ലോ. നമുക്ക് ആദ്യം ക്ലീഷൻ എടുക്കാം. ക്ലീഷൻ വിക്കറ്റ് കീപ്പറായിരിക്കും. സഞ്ജു സാംസൺ കളിക്കില്ലെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് സഞ്ജു സാംസൺ എടുക്കണ്ട. ജസ്വാൾ അടിക്കും, ജസ്വാൾ എടുക്കാം. പിന്നെ നമുക്കൊരു ഓൾറൗണ്ടർ അഭിഷേക് ശർമ്മ അടിക്കും. അഭിഷേക് ശർമ്മനെ എടുക്കാം. അസങ്കരെ എടുക്കാം. ആർച്ചറും വരണ്ട, അപ്പോൾ ആർച്ചറും പിന്നെ ആരും എടുക്കാത്ത ആൾക്കാരെടുക്കാം. ഹർഷദ് പട്ടേൽ 29% എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഹർഷദ് പട്ടേലിനെ എടുക്കാം. പിന്നെ ജുറലിനെ എടുക്കാം, 10% പേര് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ ബോളിംഗ് ഉള്ളത് ഷമ്മി വേണം. ഇപ്പം 4-3 ഇനി 3-4 കളിക്കാരെയും കൂടി എടുക്കാൻ പറ്റും. ഇതിനകത്ത് ആരും എടുക്കാത്ത മക്കപ്പ ഇങ്ങനെ എടുക്കാം, മക്കാപ്പ. പിന്നെ കളിക്കാൻ പറ്റിയ ഇത് ദേശ്പാണ്ഡെ, പിന്നെ സന്തോഷ് ശർമ്മ. അപ്പോൾ രാജസ്ഥാനിൽ 6, SRHന് 4 പേരുള്ളൂ. റിവ്യൂ നോക്കുകയാണെങ്കിൽ ബാറ്റ്മാരെ ആരും എടുത്തിട്ടില്ല, നമ്മൾ ബോളർമാരെ കൂടുതൽ എടുത്തണം. അപ്പോൾ അത് മാറ്റണം, ബാറ്റ്സ്മാൻമാരെ കയറ്റണം. അപ്പോൾ നമുക്ക് അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് ഓൾറൗണ്ടർ വെക്കാം. അപ്പോൾ ബാറ്റിങ് ചെയ്താലും ബോളിങ് ചെയ്താലും ഹെഡിന് നോക്കാം. റിവ്യൂ നോക്കാൻ നേരത്ത് 2 കീപ്പർ ബാറ്റ് ചെയ്തോളൂ, 2 ബാറ്റ്സ്മാൻമാർ, ഓൾറൗണ്ടർമാർ 2 ബോളർമാർ 4. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാപ്റ്റനെ സെറ്റ് ചെയ്യണം. ഒരാളെയും കൂടി വേണം. അത് നമുക്ക് ഓൾറൗണ്ടർ തന്നെ വെക്കാം. നിതീഷ് കുമാർ റെഡ്ഡി. അത് ക്യാപ്റ്റനെ നമുക്ക് ഹർഷദ് പട്ടേലിനെ ക്യാപ്റ്റനാക്കാം. ഒരു വിൻ ഗെയിമാണല്ലോ. വൈസ് ക്യാപ്റ്റൻ നമുക്ക് ഹെഡിനാക്കാം. വൈസ് ക്യാപ്റ്റൻ നമുക്ക് ദുരുലിനാക്കാം. ദുരുൽ ബാക്കപ്പും സെറ്റ് ചെയ്ത് വെച്ചേക്കും. പിന്നെ ആരെങ്കിലും കളിക്കണില്ലെങ്കിൽ ബാക്കപ്പ് വേണ്ടി പരാഗനെ ഒരാളെ സെറ്റ് ചെയ്യാം. ആർച്ചറിനെ വേണോ, വേറെ നമുക്ക് വേറെ ബോളർമാരെ സെറ്റ് ചെയ്യണോ? ആർച്ചർ ഒരാൾ വെക്കാം, പാറ്റ് കുമിൻസ് വെക്കാം, കിഷാൻ വെക്കാം. അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ ഓർഡറിൽ ചേഞ്ച് ആയിക്കോളും. നമ്മൾ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കതനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പം എന്താവും നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് മാച്ച് കളിച്ചാൽ മതി. ഒരു 2-3 തവണ പ്രാക്ടീസ് മാച്ച് കളിച്ചിട്ട് മെയിനിലേക്ക് ജോയിൻ ചെയ്യാം. ചേട്ടാ ഇന്നലെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 2 കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം, ഇന്നത്തെ മാച്ച് നോക്കാം.